മഴയൊന്ന് തോന്നപ്പോഴത്തേക്ക് ഞങ്ങൾ മൂന്നുപേരും കൂടി വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ലക്ഷ്യം പള്ളിമുക്കിലുള്ള ക്യുക്സ സൂപ്പർ മാർക്കറ്റാണ്. മെയിൻ ഉദ്ദേശം എയ്സിന് വേണ്ടിയിട്ടുള്ള ഡൈപ്പറാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവർ മന്ത്ലി ഒരു 6-7 വട്ടമെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ടല്ലേ എന്ന്. സത്യത്തിൽ അത് ശരിയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നൊരു ഉദ്ദേശത്തിലായിരിക്കും സൂപ്പർ മാർക്കറ്റിൽ പോണത്. ഇത്ര സാധനം വേണം എടുക്കാൻ, ഇത്ര സാധനമായിരിക്കണം നമ്മുടെ ലിസ്റ്റിലുള്ളത്. പക്ഷേ അവിടെ ചെല്ലുമ്പം വേണ്ടാത്തതെല്ലാം എടുക്കും, പക്ഷെ വേണ്ടുന്ന ഒരു സാധനം പോലും എടുക്കുന്നുണ്ടാവില്ല. അവിടെ നിന്ന് കുറേയൊക്കെ കറങ്ങി തിരിഞ്ഞ് നോക്കും, എന്നിട്ടും വേണ്ടുള്ള സാധനം അടുത്തുകൂടെ പോയാൽ പോലും നമ്മൾ എടുക്കില്ല കേട്ടോ. എന്നിട്ട് ആ സാധനം മേടിക്കാൻ പിന്നെയും പോകുന്ന പോക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പം ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം, ഇവിടെ ടെഡ്ഡിയുടെ ഡൈപ്പറിന് 500 റുപ്പീസേ ഉള്ളൂ കേട്ടോ. അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ സംഭവം തീർന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ ലവ് ലാപ്പിൻ്റെ ഡൈപ്പറാണ് കേട്ടോ എടുത്തത്. ഓൺലൈനിൽ നിന്ന് ഡൈപ്പർ മേടിക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് ടൈം ഞാൻ കഡിൽസിൻ്റെ ഡൈപ്പർ മേടിച്ചപ്പോൾ എന്തോ ക്വാളിറ്റിയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ എനിക്ക് തോന്നി. മുൻപ് ഞാൻ മേടിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് അതെനിക്ക് എന്തോ ഒട്ടും ഓക്കെ അല്ലാതെ തോന്നിയത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് വന്നിട്ട് ഡൈപ്പർ മേടിക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ കുറച്ച് ലിക്വിഡും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു. അവിടേക്ക് നിന്ന് ലിക്വിഡൊക്കെ എടുത്തു. എയ്സൺ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നേ. നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നിട്ട് എന്തെങ്കിലും സ്നാക്ക് വല്ലതും മേടിക്കാമെന്ന് വിചാരിച്ചു. അജുവിന് അപ്പോൾ ഒരു ബ്രോസ്റ്റഡ് റാപ്പ് മതിയെന്ന് പറഞ്ഞിട്ട് അജു റാപ്പാണ് എടുത്തത്. ഞാൻ ഈ സ്വീറ്റിൻ്റെ സെക്ഷൻ മൊത്തം കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനാണ്, ഏതെങ്കിലും ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ആ കടയിൽ മുക്കും മൂലയും നോക്കണമെന്നുണ്ട്, എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഓക്കെ പറയുവോളെ. അങ്ങനെ ലാസ്റ്റ് ഞാൻ എടുത്തത് കുനാഫ പിസ്താഷ്യോ ആണ് കേട്ടോ. പക്ഷേ സത്യസന്ധമായ റിവ്യൂ പറയുകയാണെങ്കിൽ എനിക്കത് ഒട്ടും ഇഷ്ടമായിട്ടില്ല കേട്ടോ. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.